ഹലോ ഗൈസ്, ജസ്റ്റ് ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് നല്ല പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള കൊതി തോന്നുന്നത്. പിന്നെ അധികം ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നമ്മൾ നേരെ പോയത് നമ്മളെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള റോയൽ കീ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. വേറെ എവിടെ നിന്നൊക്കെ ബീഫ് കറി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ബീഫ് കറി അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. പൊറോട്ടയും ബീഫും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എങ്ങോട്ടും പോകാറില്ല. നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള റോയൽ കീ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറ്. നമ്മുടെ ചൂടോട് കൂടിയുള്ള നല്ല അടിച്ച പൊറോട്ടയും നല്ല തിക്ക് ഗ്രേവിയുള്ള ചൂട് ബീഫ് കറി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് ഇവിടെ ചൂടോടുകൂടി എത്തിയതുകൊണ്ട് തന്നെ നമുക്കിനി ഒട്ടും സമയം കളയില്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂട് പൊറോട്ടയുടെ മുകളിലോട്ട് ഞാൻ നല്ല ചൂട് തിക്ക് ഗ്രേവിയുള്ള ബീഫ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. ശേഷം ആ ചൂട് പൊറോട്ട അങ്ങോട്ട് പിച്ചെടുത്തു. അപ്പം തന്നെ കൈപൊള്ളി. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ മലയാളികളുടെ വികാരമായൊരു ഐറ്റമാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ആ പൊറോട്ട പീസ് എടുത്ത് ഞാൻ നല്ല ബീഫ് കറിയിലിട്ട് ഉരുട്ടി പെരട്ടി ഇങ്ങെടുത്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെയാണ് ഇവിടുത്തെ പൊറോട്ടയും ബീഫ് കറി. ആ ബീഫ് കറിയുടെ ഒരു തിക്നെസ്സും ആ ബീഫിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കിയേ, നല്ല അടിപൊളി ടെൻഡർ പീസ് തന്നെയാണ്. നമ്മൾ ഈ കല്യാണ തലേന്ന് ഒരു ടീ പാർട്ടിക്കൊക്കെ പോകത്തില്ലേ, അപ്പം നമുക്ക് നല്ല ചൂട് പൊറോട്ടയും ചൂട് ബീഫ് കറിയും കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഒറ്റ റീസൺ തന്നെയാണ് എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് തന്നെ പൊറോട്ടയും ബീഫും തിന്നാൻ പ്രേരിപ്പിക്കുന്നതും. ചൂട് ചായ, ചൂട് പൊറോട്ട, ചൂട് ബീഫ്, ആഹാ അന്തസ്.